ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇടം എൻ്റെ കുടുംബം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് ജേക്കബ് ഏട്ടനും ജിനോ ചേച്ചിയാണ്. ജേക്കബ് ഏട്ടൻ ഗ്രാഫിക് ഡിസൈനറായി വർക്ക് ചെയ്യുന്നു. ജിനോ ചേച്ചി ഹോം മേക്കറാണ്. 4 മക്കളുടെ മാതാപിതാക്കളാണ്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യം, ഈ കുടുംബജീവിതത്തിലെ സ്വാതന്ത്ര്യം, ഇത് എങ്ങനെയാണ് ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു ഈ സാധാരണഗതിയിൽ നമ്മൾ വിവാഹത്തിന് മുമ്പ് നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തും ഒക്കെ ആയിരിക്കും, ഒരുപക്ഷെ നമ്മുടെ പേരൻസിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയൊരു വ്യക്തിയുടെ കൂടെയാണ് നമ്മുടെ ബാക്കി കാലം. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ടെംപ്റ്റേഷനാണ് നമ്മുടെ പഴയ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് പോയി ഇതുപോലൊന്ന് തുറക്കാനും മനസ്സ് തുറക്കാനും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനൊക്കെ ഒരു ടെംപ്റ്റേഷൻ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഒരിക്കലും പുറത്തേക്ക് തിരിഞ്ഞു നോക്കാത്തതുപോലെ തന്നെ വീട്ടിനുള്ളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ വില കുറഞ്ഞ തമാശകൾ, എൻ്റെ പൊട്ടത്തരങ്ങൾ, ഇതൊക്കെ സഹിക്കുന്ന ഒരാളാണ് ജിനോ. അപ്പം മക്കളും ഞങ്ങളെല്ലാം കൂടി ഇതുപോലെ അഭിനയവും പൊട്ടത്തരങ്ങളും അങ്ങനത്തെ എല്ലാം പറയുകയും, അതുപോലെ തന്നെ ജിനോയ്ക്കാണെങ്കിലും ഒന്ന് കരയാൻ, ഒന്ന് അരിശപ്പെടാൻ ഒക്കെ ആയിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ തുറന്ന് പറയുക, തുറന്ന് കരയുക, എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ ഹീലിംഗ് ആണല്ലോ നമുക്കത്. ഓക്കെ. അപ്പോൾ ഈ ഹീലിംഗ് തന്നെ വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ തമ്മിലുള്ളൊരു അടുപ്പവും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ ഒരു വിശ്വസ്തതയുണ്ടല്ലോ. അതായത് ഞാൻ എന്ത് തുറന്നു പറഞ്ഞാലും അവളുടെ മുമ്പിൽ ഞാൻ എന്ത് നാണം കെട്ടാലും അത് ഞങ്ങളുടെ ഈ വാളിനപ്പുറത്തേക്ക് പോകത്തില്ല. എൻ്റെ ഇമേജിനെ അവൾ ഒരിക്കലും താറടിക്കുകയില്ല. അപ്പം എന്നെ മറച്ചു പിടിക്കാനായിട്ട് അവൾ ഇപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടൊരു സ്വാതന്ത്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഉള്ളൊരു സ്വാതന്ത്ര്യം. ഞാനായിരിക്കാനായിട്ട് സ്വന്തം വീട്ടിലുള്ളൊരു സ്വാതന്ത്ര്യം വളരെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫാമിലി ഒരു പ്ലാറ്റ്ഫോം ആവുക. ശരിക്കും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, ചേച്ചിയുടെ ഇപ്പോൾ എല്ലാം വെയർ ഔട്ട് ചെയ്യാനായിട്ടും എല്ലാം ശരിക്കും നമുക്ക് ആ ഒരു ഫാമിലിയുടെ അകത്ത് കിട്ടുന്ന ആ ഒരു ഫ്രീഡം, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടി ഉണ്ടല്ലോ. ശരിക്കും നമ്മൾക്ക് ഫാമിലിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമ്പോൾ മക്കളിലേക്ക് വരുന്ന മക്കൾക്ക് ബാക്കി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ തന്നെ ഒരു വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ്, അതിൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോളിപ്പം 7th പഠിക്കുന്നത്. അപ്പം പെട്ടെന്ന് ചോദിച്ചാലൊന്നും പറയത്തില്ല. അപ്പോൾ കൂടെ പോയിരുന്നിട്ട് അമ്മ പണ്ടിങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇപ്പോൾ അവരുടെ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം എന്നിട്ട് അവസാനം അവൾ പറയും അമ്മ സൂത്രത്തിലെല്ലാം ന്യൂസും പിടിച്ചെടുത്തു എന്ന് പറയും. അങ്ങനെ ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ ജേക്കബിൻ്റെ അടുത്താണ് കൂടുതൽ, അവർക്ക് അപ്പായോട് അങ്ങനെ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിലെ തമാശകളും കുസൃത്തരങ്ങളൊക്കെ പറയാൻ. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം ഞങ്ങളുടെ പിള്ളേർക്കുണ്ട്. എല്ലാം വന്ന് പറയും. ഒരു ദിവസം ലേറ്റ് ആയിട്ടാണെങ്കിലും പക്ഷേ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും തരത്തിൽ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. ഞാനൊരു കാര്യം കൂടെ, ഈ പ്രത്യേകിച്ച് എൻ്റെ മക്കളെയൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഈ ലൈംഗികതയുടെ മേഖലയിലൊക്കെ നമുക്കറിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ കൂട്ടുകാരാലും ഒക്കെ ഈ ഒരു തെറ്റായ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ സത്യം എന്താണെന്ന് ഈ പിള്ളേരോടെല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു.
അത് മൂത്തയാൾ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലായി പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവൻ തന്നെ അത് താഴെയുള്ളവരോടെല്ലാം പറഞ്ഞ്, അപ്പോൾ ഇവർക്കെല്ലാം എൻ്റെ ഏറ്റവും ഉള്ളവൻ 2ലായിരുന്നപ്പോൾ തന്നെ അവന് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഈ ക്ലാസ്സിലെ ആൾക്കാർ ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ വന്ന് പറയാൻ തുടങ്ങി, അപ്പം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കറിയാം എന്താണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊരു സ്വാതന്ത്ര്യം മക്കൾക്ക് വീട്ടിലുണ്ട്. അതെനിക്ക് തോന്നുന്നു എന്നെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അല്ലേ? അത് തുറന്നു വെക്കേണ്ട, അവന് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും എന്നൊരു പേടി ഇല്ലാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ഷെയർ ചെയ്യുകയുണ്ടായി. ഇന്ന് പല ഫാമിലിയിലും കുറഞ്ഞു വരുന്ന ഒരു സംഭവമാണ്, ഒരു ഓപ്പൺനെസ് ഇല്ല മക്കൾ തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു ഓപ്പൺനെസ് ഇല്ല. അത് വെയർ ഔട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി മടി കാണിക്കുന്നവർ. എന്താണെങ്കിലും കുറേ നല്ല കാര്യങ്ങൾ ഇവർ പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് കേൾക്കാം. അതിനായിട്ട് ടോജൻ ചേട്ടനും മീനു ചേച്ചിയും അപ്പുറത്തെ സെറ്റിൽ ഒരു ഗസ്റ്റിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. സോ ഓവർ ടു ടോജൻ ആൻഡ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഒരു ഫോമർ ജീസ് യൂത്ത് ഇൻ്റർനാഷണൽ കോർഡിനേറ്ററാണ്, മറ്റാരുമല്ല ജോർജ് ദേവസിയാണ്. ജോർജേട്ടാ സ്വാഗതം. അപ്പോൾ ജോർജൻ്റെ വൈഫ് നിമി ചേച്ചി, ചേട്ടന് 2 മക്കളാണുള്ളത്, 2 പെൺമക്കൾ, 3ാമത്തെ ആൾ ഓൺ ദ വേ ഇൻ 2 months ടൈം അല്ലേ? ഓക്കെ. ചേട്ടനൊരു ബിസിനസ് മാനുമാണ്. ഓക്കെ, വിശുദ്ധവിധിയിലേക്ക് സ്വാഗതം. വിഷയം ഇതാണ്, അതായത് നമ്മളിപ്പം പുറത്ത് നമ്മളൊരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമ്മൾ മറ്റൊരു പെരുമാറ്റമായിരിക്കും, മറ്റൊരു ബിഹേവിയർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, വീട്ടിൽ വരുമ്പോൾ അറിയാം തനി നിറം എന്താണെന്നൊക്കെ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് തന്നെ ഫ്രീഡത്തിൻ്റെ ഒരു ഡെഫിനേഷൻ കൺഫ്യൂഷൻ വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഫ്രീഡം പല ആൾക്കാർ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു സമയത്ത് ചിലരൊക്കെ ഫ്രീഡത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ്. പക്ഷേ നമ്മൾ ബിബ്ലിക്കലി നോക്കുകയാണെങ്കിൽ ഫ്രീഡത്തിൻ്റെ ഡെഫിനേഷൻ വരുന്നത് തന്നെ ഒരു ഇറ്റ്സ് എ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ശരിക്കും സെൽഫ് കൺട്രോളിൽ നിന്ന് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്രീഡമാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീഡം. അപ്പോൾ ഈ ഫ്രീഡം വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞത് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നിന്നായ കാരണം നമ്മൾക്ക് ഓഫീസിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ അകത്തിൽ നിന്ന് വരുന്ന ഒരു സിറ്റുവേഷണൽ വിസ്ഡത്തിൽ നിന്ന്. ഈ വിസ്ഡത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കുടുംബമാണ് ശരിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫുള്ളി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരാളുടെ ഒരു മാൻഡേറ്ററി നീഡുമാണ്. അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയിൽ അത് പ്രശ്നത്തിൽ പോവാറുണ്ട്. വീട്ടിൽ നമുക്ക് മിണ്ടാതെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇരുത്തുന്നതും ശരിയല്ല. ബിക്കോസ് നമ്മളൊരു വീട് ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് വൈഫ് പിള്ളേർ ഇവർക്ക് ശരിക്കും വന്നിട്ട് ഫുള്ളി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എൻ്റെ മോള് സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ ചിലപ്പോൾ ചില വിഷമങ്ങൾ, ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ ചെറുതായ കാരണം അവരുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരാം. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു സ്ഥലമില്ല എക്സ്പ്രസ് ചെയ്യാൻ. സെയിം ഗോസ് വിത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നു, ആൾക്ക് അതിൻ്റെതായ ഹി ഹാസ് ഗോൺ ത്രൂ എ ഹോൾ ഡേ ഓഫ് തിങ്സ്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് അപ്പോൾ അവിടെയാണ് ഹീലിംഗ് നടക്കുന്നത്, അവിടെയാണ് ഷെയറിങ് നടക്കുന്നത്. ആൻഡ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കാര്യം നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിങ്ക് വരികയാണ്. അപ്പോൾ ഈ സിങ്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ അത് ഇവോൾവ് ചെയ്ത് വരും. ഈ ഒരു ഫ്രീഡം ഇവോൾവ് ചെയ്ത് ഇതിൻ്റെ പീക്കിലോട്ട് എത്തുമ്പോൾ ഒരു ജോയ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നു, എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഓഫീസിലാണെങ്കിൽ വീട്ടിലൊരു സാക്രമെൻ്റൽ ഗ്രേസ് ഉണ്ട്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ഒരു സാക്രമെൻ്റൽ ഗ്രേസിൽ നിന്ന് വരുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് വീട്ടിൽ തന്നെ നടക്കണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലാണെങ്കിലും പിള്ളേരും പാരൻസ് തമ്മിലാണെങ്കിലും ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഫാമിലി.
ആൻഡ് ആ ബ്യൂട്ടി പല സ്ഥലത്തും ഇപ്പോൾ ഒരു യങ് കിഡ്സ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ചെറുപ്പത്തിലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് ചിലപ്പോൾ ഒക്കെ അവർ വേറെ പല ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിളുടെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടാണ്ടായി പോകുമ്പോഴാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ വീട്ടിൽ നടന്ന ഷെയറിങ് നടക്കാണ്ടായി കഴിയുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിലാണെങ്കിലും സോൾവ് ചെയ്യാൻ ഫ്രീഡം വേണം. ആ ഫ്രീഡം കിട്ടാത്ത കാരണം ഈ കോൺഫ്ലിക്റ്റ് വലിയ കോൺഫ്ലിക്റ്റ് ആവുന്നു. ഈ വലിയ കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് ഇന്നൊക്കെ നമ്മൾ കേൾക്കുന്ന വളരെ സിവിയർ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് വരെയൊക്കെ എത്തുന്നത്. അപ്പോൾ ഫാമിലി ഈസ് എ പ്ലേസ് ടു ഷെയർ, ഫാമിലി ഈസ് എ പ്ലേസ് ടു ബി യുവർ സെൽഫ്. തീർച്ചയായും ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് റിലാക്സ്ഡ് ആവും അല്ലേ? നമ്മൾ ചില കോൺഫ്ലിക്ട്സിനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നിസ്സാര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നപ്പോൾ ചായ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി, പക്ഷെ ആള് ചായ പറഞ്ഞില്ല. വൈഫിനാണെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ സന്തോഷമാണ്, പക്ഷെ വൈഫ് വിചാരിച്ചു ഓഫീസിൽ നിന്ന് ചായ കുടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ വളരെ ചെറിയൊരു ചായ അടുത്ത ഒരു റേഞ്ചിലോട്ട് പോകുന്നു. അതിങ്ങനെ പക്ഷേ ഇതിൻ്റെ ഒരു കോർ എലിമെൻ്റ് എന്ന് പറയുന്നത് പ്രയറാണ്. നമ്മളൊരു ഫാമിലിയിൽ പ്രയർ ഉണ്ടെങ്കിലാണ് ഒരു ഫ്രീഡം ഉണ്ടാവുള്ളൂ. ബിക്കോസ് പ്രയറിൻ്റെ ഒരു മെയിൻ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന രണ്ട് പേരാണ് ഒരുമിച്ച് ഒരു സാക്രമെൻറ്റ് ഓഫ് മാട്രിമോണിയിൽ യുണൈറ്റ് ചെയ്യുന്നത്. ഈ വളരെ വെറൈറ്റി ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ മലബാർ തൊട്ട് ട്രിവാൻഡ്രം വരെ യൂസ് ചെയ്യുന്ന വേർഡ്സ് വരെ സെയിം വേർഡിന് രണ്ട് മീനിങ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രയർ അല്ലെങ്കിൽ ഒരു സാക്രമെൻ്റൽ ഗ്രേസ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്മൂത്ത് ആവില്ല. ആൻഡ് ഈ സ്മൂത്ത്നെസ്സിലാണ് ഫ്രീഡം വരുന്നത്, ഫ്രീഡത്തിലാണ് ജോയ് വരുന്നത്, ജോയ് പീസ്. അപ്പോൾ അതൊരു വളരെ ക്രൂഷ്യൽ എലിമെൻ്റ് ആണ്. ദിസ് ഫ്രീഡം ഷുഡ് ബി യൂസ്ഡ് ഇൻ. അപ്പം ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും അതൊന്ന് ഷെയർ പറയണം, അല്ലെങ്കിൽ അത് പ്ലാറ്റ്ഫോം വേണം ബേസിക്കലി. പിള്ളേരെ അപ്പോൾ അത് നമ്മൾ പരിശീലിപ്പിക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ ഫാമിലിയിലോട്ട് വന്നിട്ട് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഗ്രേസ് ഉണ്ടല്ലോ, ഈ സാക്രമെൻ്റ് ഗ്രേസ്, അത് കാരണം ഒരിക്കലും ഒരു ഹാം നമ്മളെ കുടുംബത്തിൽ ഒരിക്കലും ഒരു ഹാം നമ്മുടെ ഫാമിലി ലൈഫിന് ഉണ്ടാവില്ല. അതൊരു ഹീലിങ്ങിലോട്ട് തന്നെയാണ് പോകാൻ പോണത്. അങ്ങനെ തന്നെ ഈ ഒരു സെയിം മ്യൂച്വൽ ആണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വൺ വേ അല്ല, രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു ഫ്രീഡം പിന്നെ ഇവോൾവ് ചെയ്യും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വൈഫിന് ആസ് എ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ചില ഏരിയാസ് ഉണ്ടാവും വിച്ച് ആർ വെരി പെയിൻഫുൾ, പക്ഷേ ചില ഏരിയാസ് ഉണ്ടാവും വളരെ സ്ട്രോങ് ആയിരിക്കും. സെയിം ഹസ്ബൻഡിന് ചില കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി ഒന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന്, ഞാൻ പറയണം ഓരോ ആൾക്കാർക്ക് പല രീതിയാണ്, പെട്ടെന്ന് വിഷമം ഉണ്ടാവുന്നത്. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ എത്ര വലിയ വേറെ നാച്ചുറൽ കലാമിറ്റി എല്ലാം ആൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ വൈഫ് ആൻഡ് ഹസ്ബൻഡ്സ് അവരുടെ ഒരു സ്ട്രെങ്സും വീക്ക്നെസ്സസ് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ ഫ്രീഡം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മളെ വൈഫിൻ്റെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയാസ്, അങ്ങനെ തന്നെ ഹസ്ബൻഡിൻ്റെ കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റില്ല. ആൻഡ് ഈ ഒരു ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡിന് തോന്നുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലായിരിക്കും വൈഫ്. ഈ രണ്ട് പേഴ്സ്പെക്റ്റീവ് കൂടി വരണമെങ്കിൽ ഈ ഒരു ഫ്രീഡം വേണം. എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ രണ്ട് പേഴ്സ്പെക്റ്റീവ് വരണം. അതുപോലെ വേറൊരു ആംഗിള്, അതായത് ഇപ്പം പെമ്മക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ചിലപ്പം പേരൻസൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇച്ചിരി ഒച്ച എടുത്താലും കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ പോലെ എന്തുവാടി ഇത്രയും ഒച്ച എടുക്കുന്നതൊക്കെ ചിലപ്പം ചോദിക്കും. അപ്പം അത് പക്ഷേ അതിനെക്കുറിച്ച് എങ്ങനെയാണൊന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ജോയുടെ ഒരു 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 ഔട്ട്ലെറ്റാണ് ഉറക്കനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴാണ് ഉറക്കനെ സംസാരിക്കുന്നത്, നമ്മൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഒത്തിരി വിഷമം ഉണ്ടാവുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടിക്കറക്കി ഇങ്ങനെ ശരിക്കും കമ്മിങ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട്, കമ്മിങ് ഔട്ട് ഓഫ് യുവർ മൈൻഡ്. ഇത് ഫാമിലിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രീഡം കൊടുക്കേണ്ടതാണ്. മെയിലാണോ ഫീമെയിലാണോ, ഡോട്ടറാണോ സണ്ണാണോ, ഹസ്ബൻഡാണോ വൈഫാണോ, ഇത് കൊടുത്താൽ മാത്രമാണ് ആളുടെ ആ ഒരു പെൺകൊച്ചിൻ്റെ ഫുൾ ഫോർമേഷൻ നടക്കത്തുള്ളൂ. ഒരു പെൺകൊച്ചിന് അങ്ങനെ ഒരു ഫോർമേഷൻ സ്വന്തം ഫാമിലിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ആസ് എ വൈഫ് ഷീ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഫ്യൂച്ചർ എക്സ്പ്രസ് ദ സെയിം വിത്ത് ദ ഹസ്ബൻഡ് ഓർ വിത്ത് ദ ചിൽഡ്രൻ. അതൊരു ചിലപ്പോൾ ഒരു സൈക്കിൾ ഓഫ് സപ്രഷനിലോട്ടാണ് പോകുന്നത്. ശരിക്കും സൈക്കിൾ ഓഫ് എക്സ്പ്രഷനിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ആ സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ചേട്ടനെങ്ങനെ പുറത്തും വീട്ടിലും
ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ എൻ്റെ പേഴ്സണൽ പെയർ കഴിഞ്ഞിട്ട് ശരിക്കും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാ സർക്കിളിലും ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാറുണ്ട്. എത്ര ലെവൽ വരെ ഫ്രീഡമാണ് ഞാൻ എടുക്കേണ്ടത്? ആ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അത് സിറ്റുവേഷണൽ വിസ്ഡം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആണ്. ഞാൻ ഓഫീസിലാണെങ്കിൽ ഡിഫറെൻറ്റ്. ഞാൻ ഓഫീസിൽ ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയിലെ ഒരു ഡയറക്ടറാണ്. ഞാൻ അവിടെ എടുക്കേണ്ട ഫ്രീഡം ഇസ് ഡിഫറെൻറ്റ്. ആ സമയത്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു ഹസ്ബൻഡാണ്, ഒരു ഫാദറാണ്. അതിലെടുക്കേണ്ട ഒരു ഫ്രീഡം ഡിഫറെൻ്റ് ആണ്. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു സെയിം ലെവലിലാണ്. അപ്പോൾ അവിടെ എടുക്കുന്ന ഒരു ഫ്രീഡം, പക്ഷേ ഉറപ്പായിട്ട് അവിടെ പോലും എനിക്ക് എടുത്തു പറയാൻ പറ്റും, എൻ്റെ നിമ്മിയുടെ കൂടെ, എൻ്റെ വൈഫ് നിമ്മിയുടെ കൂടെ അത്ര എനിക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഒരു ഫ്രണ്ട്സായിട്ടും എനിക്കില്ല. ഞാൻ അത് തന്നെ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സക്സസ് ആണ്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും നമുക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഫ്രീഡം നമ്മൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ നമുക്ക് എടുക്കണം. അപ്പോൾ അതിനെല്ലാം ചേട്ടൻ പറഞ്ഞ പോലെ പ്രെയർ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. അപ്പം താങ്ക് യു വെരി മച്ച് ചേട്ടാ. ബാക്ക് ടു യു മനു ആൻഡ് ആൻഡ്രിയ. താങ്ക് യു ജോർജ് ആൻഡ് മീനു. ജോർജേട്ടൻ ഭയങ്കര രസകരമായിട്ട് ഇതിൻ്റെ ഈ ടോപ്പിക്ക് സംസാരിക്കുകയുണ്ടായി. ജോർജേട്ടൻ പറഞ്ഞൊരു കാര്യം, യഥാർത്ഥ ഫ്രീഡം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള ജോർജേട്ടൻ പറഞ്ഞു. പിന്നെ ഒപ്പം വേറൊരു കാര്യം ജോർജേട്ടൻ പറഞ്ഞ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഫ്രീഡമാണ് ആ ഒരു ആനന്ദം, ഫ്രീഡം ബ്രിങ്സ് ജോയ് എന്നുള്ളൊരു സംഭവം. ഫാമിലി ലൈഫിൽ ജോയ് ഒക്കെ കൊണ്ടുവരുന്നത് ആ ഒരു ഓപ്പൺനെസ്, ആ ഒരു ഫ്രീഡത്തിൽ നിന്നാണെന്ന് എനിക്ക് ഇവർ പറഞ്ഞപ്പോൾ കുറേ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടി. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അച്ഛൻ എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം സ്വതന്ത്രമാകുന്ന ഒരിടം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ സ്വതന്ത്രനാകുന്നുണ്ടോ, സ്വാതന്ത്ര്യത്തോടെ എനിക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഒരു ഐഡിയൽ ടോപ്പിക്കാണ്. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ചങ്കിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ എൻ്റെ കുടുംബത്തിൽ കംപ്ലീറ്റ് സ്വാതന്ത്ര്യത്തോടെ ഞാൻ എന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഭയങ്കര ഐഡിയലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്തൊക്കെ കുറേ ഉദാഹരണങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. എന്നോടൊരു ഫ്രണ്ട് ദിവസം പറഞ്ഞതായിരുന്നു, ഒരു അത്യാവശ്യം പ്രായമായ 10-25 വയസ്സൊക്കെ ആയ പെൺകുട്ടിയാണ്. അവൾ പറയുകയാണ്, ഞായറാഴ്ചയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസം. കാര്യം എന്താണെന്നറിയാമോ, അന്ന് ഡാഡി വീട്ടിലുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊന്നും ചിരിക്കാൻ പറ്റത്തില്ല, ഒന്ന് ഉറക്കം വർത്താനം പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ്. ഇപ്പം എന്താ പ്രശ്നം, 150 ദിവസമായിട്ട് തടവറയിൽ തന്നെ. കാരണം ലോക്ക്ഡൗൺ ആയ ശേഷം എല്ലാ ദിവസവും ഡാഡി വീട്ടിലുണ്ട്. ഇതൊരു ഭയങ്കര അപകടമാണ്, ഇതൊരു ഭയങ്കര യാഥാർത്ഥ്യം കൂടിയാണ്. എനിക്ക് വേറൊരു ഉദാഹരണം തോന്നി, ഈ ദിവസം പത്രങ്ങളിൽ വായിച്ചതാണ്. ഒരു സ്റ്റഡി വന്നിരുന്നു, ഈ ലോക്ക്ഡൗൺ സമയത്ത് ചൈനയിൽ ഏറ്റവും കൂടുതൽ ഓൺലൈനായിട്ട് ഡിവോഴ്സ് കേസുകൾ ഫയൽ ചെയ്യുന്നു. കാര്യം എന്താണെന്നറിയാമോ, ഈ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും 150 ദിവസമൊക്കെ ഒരുമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് ശരിക്കും ഈ ഒരുമിച്ചിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. കാരണം കുടുംബത്തിൽ തന്നെ വേറെ ചോയ്സ് ഇല്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. പ്രിയപ്പെട്ടവർ, ഈ ടോപ്പിക്ക് ഭയങ്കര റെലവൻ്റ് ആണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ സ്വതന്ത്രനാണോ, ഞാൻ എൻ്റെ കുടുംബത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? നമുക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമത്തിലാണ്. ഞാൻ ആ ഗ്രാമത്തിൻ്റെ സിറ്റുവേഷൻ തന്നെ പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഒരു 8-9 മണി വരെയൊക്കെ ചെറിയൊരു കവലയുണ്ട്. ആ കവലയിൽ കുറേ ആണുങ്ങൾ കാണും, കുറേ അപ്പച്ചന്മാർ കാണും. പ്രത്യേകിച്ച് കുറച്ചങ്ങ് മാറിയാൽ പള്ളിയുടെ കുരിശുമൂട്ടിൽ കുറേ ചെറുപ്പക്കാർ കാണും. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ആലഞ്ചോട്ടിൽ കുറേ ആൾക്കാർ കാണും. വള്ളക്കടവിൽ കുറേ പേര് കാണും. ഇവരൊക്കെ മജോറിറ്റി വീട്ടിലെത്തുന്നതിൽ ഇപ്പോൾ 9-9:30 ആകുമ്പോഴായിരിക്കും. ഞാനത് കുറ്റപ്പെടുത്തുന്നതല്ല, ഇതൊരു അനാലിസിസ് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇവർ താമസിച്ച് വീട്ടിൽ പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും കവലകളിലൊക്കെ ആളുകൾ അധികം സമയം കാത്തിരിക്കുന്നതുകൊണ്ട്, കൂട്ടുകാരൊപ്പം സംസാരിക്കുന്നതുകൊണ്ടാണ്. വീട്ടിൽ പോയി സംസാരിക്കാൻ കാരണങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും. അവർക്ക് വീട്ടിൽ പോയി മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇടപെടാനോ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പെൺകുട്ടികൾക്കൊന്നും ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ കൾച്ചർ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഉണ്ടെങ്കിൽ അവർക്കും പുറത്തു പോകാൻ ആഗ്രഹം കാണില്ലേ? ഉറപ്പായിട്ടും. കാരണം നമ്മുടെ കുടുംബം ഒട്ടും തന്നെ സൗഹാർദ്ദപരമായ ഒരു ജനാധിപത്യപരമായ കാര്യങ്ങളിലാണ് പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ പോകുന്ന ഒത്തിരി നല്ല കുടുംബങ്ങളുണ്ട്. അതിലേക്ക് എത്തിച്ചേരാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചെറിയ ടോക്ക് ഷോയിൽ നമ്മൾ ഒന്ന് ശ്രമിക്കുന്നത്. ഇതിന് നല്ലൊരു മറുപടി തരുന്നത് ബോബീച്ചനാണ്, ബോബി ജോസ് കട്ടിക്കാട്. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹോമും ഹൗസും തമ്മിലുള്ള വ്യത്യാസം മനോഹരമായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. നമ്മുടെ വീടുകൾക്ക് പലപ്പോഴും ഹൗസ് മാത്രമേ ആവുന്നുള്ളൂ, ഹോം ആവുന്നില്ല. ഹൗസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്, 4 ചുവരുകൾക്കുള്ളിൽ ഒരു മേൽക്കൂരുള്ള സ്ട്രക്ചർ. ഹോം എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്, സ്നേഹമുള്ള, കരുതലുള്ള, ആത്മാർത്ഥതയുള്ള, കാത്തിരിപ്പുള്ള. എൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുന്നൊരു വീടുണ്ടോ?
നിങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു അപ്പനും അമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു ഭാര്യയുണ്ടോ, നിങ്ങളുടെ വരവിന് വേണ്ടി ഇങ്ങനെ ഒത്തിരി തീക്ഷണതയിരിക്കുന്ന മക്കളുണ്ടോ, ദെൻ ഇറ്റ്സ് എ ഹോം. ഹൗസ് ഈസ് എ സ്ട്രക്ചർ, ഹോം ഈസ് എ സിറ്റുവേഷൻ. നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഇനി നമുക്ക് ചില ലക്ഷണങ്ങളിലേക്ക് നോക്കാം. നിങ്ങളുടെ വീട് ഒരു സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണോ എന്നുള്ള ലക്ഷണങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നേരത്തെ ചോദിച്ച പോലെ. മറ്റൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണം ഇതാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫോണിന് നിങ്ങൾ ലോക്ക് ഇടാതെ വെക്കാനുള്ള ധൈര്യമുണ്ടോ? നമ്മുടെ ഫോണിനൊക്കെ നോക്കി, നമ്മുടെ ഫോണിനൊരു ഒരു മേജർ ലോക്ക് കാണും, അതിനുശേഷം വാട്സാപ്പിന് ലോക്ക് കാണും, ഫേസ്ബുക്കിന് ലോക്ക് കാണും, എത്ര ലോക്കുകളുടെ പുറത്താണ്. അല്ലെങ്കിൽ വേറൊരു ഇത് ചോദിക്കാം, മാസ്ക് ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മുഖം മൂടിയാണ്. ഇപ്പം മാസ്ക് ഇല്ലാതെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് നമുക്ക് ആകെ ഇരിക്കാൻ പറ്റുന്ന വീട്ടിലാണല്ലോ, പുറത്തിറങ്ങാൻ തന്നെ മാസ്ക് വെക്കണം എന്നുള്ളതാണല്ലോ. പക്ഷേ മാസ്ക് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് മുഖം മൂടികളില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ ഇടപെടുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റാറുണ്ടോ? അതേ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതേ സ്വാതന്ത്ര്യം ഒന്ന് ചെറുതായിട്ട് ചൂടാവാനോ, ഒന്ന് ദേഷ്യപ്പെടാനോ, ഒന്ന് ചിരിക്കാനോ, ഒരു തമാശ പറയാനൊക്കെ വീട്ടിൽ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, നമ്മുടെ വീട്ടിൽ ജനാധിപത്യമില്ല. ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്താ? ജനാധിപത്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് മാത്രമുള്ള സാധനം ജനാധിപത്യം, ഡെമോക്രസി എന്ന് പറയുന്നത്. അവിടെ എന്താ, ജനാധിപത്യ രാജ്യങ്ങളിൽ അല്ലാത്ത സ്ഥലം നോക്ക്. അല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ പട്ടാള ഭരണങ്ങൾ, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്, നമ്മുടെ ഈ പറയുന്ന നാസിസോ ഫാസിസോ എന്നൊക്കെ പറയുന്ന പോലെ ഡിക്റ്റേറ്റർഷിപ്പുകൾ. അവിടെ ഒരു പ്രത്യേകത എന്താ, ഈ ഡിക്റ്റേറ്റർഷിപ്പ് പട്ടാള ഭരണം എവിടെയുണ്ടോ അവിടെ എപ്പോഴും ചില പുകച്ചിലുകളുണ്ട്, ഏത് നിമിഷവും പൊട്ടിത്തെറികളുണ്ടാവാം. ഏറ്റവും നല്ല കാരണം നമ്മുടെ പാകിസ്ഥാനൊക്കെയാണ്, ചുറ്റുപാടൊക്കെ ഉള്ള. അവിടെ പലപ്പോഴും ഈ ഡെമോക്രസി തകർന്നു പോയിട്ട് പട്ടാള ഭരണം വരുന്നു, പൊട്ടിത്തെറി ഉണ്ടാവുന്നു. നമ്മുടെ വീടുകളിൽ പൊട്ടിത്തെറികൾ സാധ്യതയുണ്ടോ? വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഏത് നിമിഷവും പൊട്ടിത്തെറി ഉണ്ടാവും, ഏത് നിമിഷവും അലമ്പ് സംഭവിക്കും. പല കാരണങ്ങൾ കൊണ്ടും ഒരു സോഷ്യൽ സെറ്റപ്പ് കൊണ്ടൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാവാതിരിക്കുന്നത് മാത്രമേ ഉള്ളായിരിക്കും പലപ്പോഴും, ഈ സ്വാതന്ത്ര്യവും സ്നേഹവും സമാധാനവും ഇല്ലെങ്കിൽ. ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളിലുള്ള ചില സാധ്യതകളുണ്ട്, ചില അപകടങ്ങൾ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആ വീടുകളിൽ മാനസിക രോഗികളുടെ എണ്ണം കൂടും. പ്രകടിപ്പിക്കാൻ പറ്റാതെ അടക്കി വെച്ചേക്കുന്ന ഒത്തിരി വികാരങ്ങളുടെ ഒത്തിരി എല്ലാം ഇങ്ങനെ സപ്രസ് ചെയ്തും ഡിപ്രഷനായി പോകുന്ന ഒരവസ്ഥ. പല അമ്മമാർക്ക് അങ്ങനെ രോഗങ്ങളുണ്ട്. പലരുടെയും മജോറിറ്റി രോഗങ്ങളുടെ ഈ പ്രശ്നം ഏറ്റവും അടിത്തട്ട് കിടക്കുന്നത് ഈ സപ്രസ് വെച്ച് ഡിപ്രഷനായി പോകുന്നതാണ്. പല പെൺകുട്ടികൾക്കും ഈ അസുഖമുണ്ട്. പെൺകുട്ടി മാത്രമല്ല, മക്കൾക്ക് പലർക്കും. ചിലപ്പോൾ അപ്പനൊരു സൂപ്പർ ഫിഗർ ആണെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പനും അമ്മയും കൂടി സൂപ്പർ ഫിഗർ ആണെങ്കിൽ മക്കൾ ഇങ്ങനെ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന പോലെ അവിഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒത്തിരി. നമുക്ക് ദൂരം കൗൺസിലിംഗ് റൂമുകളിൽ ദുരന്ത കഥകളിലെ പെരുന്നാളുകളാണ്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം വീട് സ്വാതന്ത്ര്യം അനുഭവിക്കാത്തിടമാണ്. അതൊരു അപകടം. രണ്ടാമത്തെ അപകടം, ഒത്തിരി ഉഡായിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കാണിക്കുന്നത് അഭിനയങ്ങളാണ്. പലപ്പോഴും അപ്പൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നു, ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കുന്നു, മക്കളുടെ മുമ്പിൽ അഭിനയിക്കുന്നു. ഈ അഭിനയങ്ങൾ കൊണ്ട് എന്താ, ഈ അഭിനയം ഒരിക്കലും ജീവിതമല്ലല്ലോ. അതിനെല്ലാം മറവിൽ എന്തോരം കള്ളത്തരങ്ങളെ കാട്ടിക്കൂട്ടുന്നത്. അത് രണ്ടാമത്തെ അപകടം. മൂന്നാമത്തെ അപകടം കുറച്ചുകൂടി സീരിയസ് ആണ് കേട്ടോ. ഈ സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളിൽ വെർച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരോടും മിണ്ടാത്ത ആൾക്കാരോടൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റിങ്ങും കോളിങ്ങും ഒക്കെ ആയിട്ട് എന്തോരം അപകടങ്ങളും ദുരന്തങ്ങളും വീട്ടിലുണ്ടാകുന്നത്. ഇതിനൊക്കെ സാധ്യത എന്താ, ഇതിനൊക്കെ കാരണം എന്താ? തിരിച്ചുപോയി നോക്ക്. നിങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ സംസാരമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തുറന്ന പങ്കുവെക്കലുകളുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഈ അപകടങ്ങൾക്കെല്ലാം ഒത്തിരി സാധ്യതകളുണ്ട്. പലപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കണം, കേരളത്തിൽ പുറത്തു പോയി പഠിക്കണം എന്നൊക്കെ വാശി പിടിക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോണ്ടായിരിക്കും. എല്ലാ കാരണം എന്ന് പറയുന്നില്ല, മക്കൾക്ക് വേറെ ചില സ്വാതന്ത്ര്യവും അവരുടേതിലൂടെ ആയപ്പോഴും ചില താല്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണും. പക്ഷേ ഒരു പരിധി വരെയൊക്കെ പിള്ളേർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത, ഹോസ്റ്റലിൽ നിന്നൊക്കെ അവധിക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ലാത്ത പിള്ളേരെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, അവരുടെ വീട് എപ്പോഴും ഒരു മൂകമാണ്, ഭയങ്കര ശോകമാണ്, ഭയങ്കര തകർച്ചയാണ്, ഭയങ്കര പൊട്ടിത്തെറികളാണ് പലപ്പോഴും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ വീടൊട്ടും തന്നെ സ്വാതന്ത്ര്യം ഇല്ലാത്തിടമായി മാറും. ഇതിൻ്റെ മറുപുറം, എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഇടമാക്കി നമ്മുടെ വീടിനെ മാറ്റാം? അത്ര എളുപ്പമല്ല കേട്ടോ. ഇത് ഓരോ ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹത്തിന് ആദ്യ നാളുകളിൽ ശ്രമിച്ചു കൊണ്ടുവരേണ്ട കാര്യമാണ്. ആദ്യ നാളുകളിൽ തന്നെ മാക്സിമം പൊട്ടിത്തെറികൾക്കുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്ത്, അതിന് നമ്മൾ ഈ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ മനോഹരമായ സമയമുണ്ടല്ലോ, ആ സമയത്ത് പരസ്പരം സംസാരിച്ചും പരസ്പരം പങ്കുവെച്ചും പരസ്പരം സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയും കൊടുത്തും വിട്ടുകൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമൊക്കെ പ്രിയപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമോ സമാധാനമോ കൊണ്ടുവരാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് പറ്റില്ല. വിട്ടുകൊടുക്കൽ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, സമർപ്പണം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, സാക്രിഫൈസ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എപ്പോഴും കാണും. പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്നെങ്കിലും അടിത്തട്ടിൽ എങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കൃപ ഈ പ്രാർത്ഥനയുള്ള വീടുകൾക്ക് കാണും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓരോ വീടും ഒരു കുമ്പസാരക്കൂടായി മാറിയിരുന്നെങ്കിൽ, ഇതിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്, ഓരോ വീടും ഒരു കുമ്പസാരക്കൂടായി മാറിയിരുന്നെങ്കിൽ. കുമ്പസാരക്കൂടിൻ്റെ പ്രത്യേകത എന്താ? കുമ്പസാരക്കൂട്ടിൽ ആർക്കും പോയി എന്തും പറയാം.
അവിടെ ഏറ്റവും ഈ ഭൂമിയിൽ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് പറയാവുന്ന സ്ഥലം കുമ്പസാരക്കൂടാണ്. അവിടെ രഹസ്യാത്മകതയുണ്ട്, കുറ്റപ്പെടുത്തലുകളില്ല, വിധിവാചകങ്ങളില്ല, സ്നേഹമുണ്ട്, തഴുകലുണ്ട്, കർത്താവിൻ്റെ ചുംബനമുണ്ട്, കർത്താവിൻ്റെ എല്ലാം വിട്ടുതരുന്ന സ്നേഹം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓരോ വീടും കൊടുക്കേണ്ടത്. അത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും മക്കൾക്കായാലും ഒരു കുമ്പസാരക്കൂടിൻ്റെ അനുഭവം. രണ്ടാമത്തെ കുമ്പസാരക്കൂടിൻ്റെ പ്രത്യേകത എന്താ? എനിക്ക് നല്ലൊരു ഇമേജ് തോന്നുന്നത് ഇങ്ങനെയാണ്. ഞാനൊരിക്കൽ പോയി കുമ്പസാരത്തിന് കുറച്ച് പാപങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ പറയാണ്, മോനെ ഇതെല്ലാം നീ ഇങ്ങനെ ഓലപ്പടക്കം പൊട്ടിക്കുന്ന നമ്മൾ ജനറലായിട്ട് പറഞ്ഞതല്ലേ, അങ്ങനെയല്ല, ഇൻ ഡെപ്തായിട്ട് പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ, തുറന്നു പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഓരോ അവസ്ഥകളും പറ, അപ്പോൾ കർത്താവിനെ ഇറങ്ങി വന്ന് ഹീൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതൊരു കുടുംബത്തിൽ സംഭവിക്കണ്ട. ചില കുടുംബത്തിലൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയും, നീ ഒരിക്കലും നന്നാവത്തില്ല, നിന്നെ കിട്ടിയ കാലം മുതൽ നശിച്ചു പോയി, നീ വീട്ടിൽ കയറി വന്ന കാലം മുതൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിന്റെ കാല് കണ്ട കാലം മുതൽ ഈ വീട് ഇങ്ങനെ പോയിപ്പോയി. ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് പറ, ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു അപ്പന് പറയാം, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിന്റെ ഈ എല്ലാ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, മക്കളുടെ മുഴുവൻ കുറ്റം പറയുന്ന സ്വഭാവം, അതെനിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതുപോലെ തിരിച്ചു പറയാൻ സ്പെസിഫിക് ആയിട്ട് പറ. അതാണ് കുമ്പസാരക്കൊണ്ട് പ്രത്യേകത. എല്ലാം സ്പെസിഫിക് ആണ് കർത്താവിൻ്റെ മുമ്പിൽ. അവിടെ ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, വിട്ടുകൊടുക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെ ഒടുക്കം ഒരു കെട്ടിപ്പിടിക്കലും ചുംബനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമാധാനവും സ്വാതന്ത്ര്യവും നമ്മുടെ വീട്ടിലുണ്ടാവട്ടെ. ഇത് വലിയൊരു കൃപയാണ്, ചോദിച്ചു വാങ്ങേണ്ട കൃപയാണ്. നമുക്കൊരു നിമിഷം ഈ കൃപയ്ക്ക് വേണ്ടി ഒന്ന് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ തന്ന ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സമർപ്പിക്കുന്നു. അപ്പനും അമ്മയും മക്കളൊക്കെ ചേർന്ന് തന്നെ ആ ഒരു സ്പർശനത്തിൻ്റെ ഹീലിംഗ് കൊടുത്തേ പരസ്പരം. ഒത്തിരി പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും വീട്ടിൽ, ഒട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വീട്ടിലുണ്ടായിരിക്കും, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വീട്ടിലുണ്ടായിരിക്കും. ഈശോ പറയുന്നു, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, എവിടെ നിൻ്റെ ആദ്യ സ്നേഹം? നിനക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നിൻ്റെ ഭാര്യയോടുള്ള, നിൻ്റെ ഭർത്താവിനോടുള്ള, മക്കളോടുള്ള, മാതാപിതാക്കളുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എവിടെ നിന്ന് നഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് അവിടെ തുടങ്ങ്. എവിടെയാണ് നിങ്ങൾ പൊട്ടിപ്പോയി നോക്കിയിട്ട്, എവിടെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയത്, ആ ഇവൻറ്റിൽ തുടങ്ങ്. ആ ഇവൻറ്റിൽ മാപ്പ് പറഞ്ഞു തുടങ്ങും. ഈ ഒരു രാത്രി, ഈ ഒരു പ്രാർത്ഥനയുടെ സമയം വലിയ മാപ്പ് പറച്ചിലിൻ്റെയും വലിയ തിരിച്ചുവരവിൻ്റെയും വലിയ സ്നേഹ ചുംബനങ്ങളുടെയും ആശ്രയത്തിൻ്റെയും മണിക്കൂറായി മാറട്ടെ. കർത്താവായ ഈശോയെ, സ്വർഗത്തിൽ ശക്തി അയക്കണമേ, വലിയ ഹീലിംഗ് കൊടുക്കണമേ. ഒത്തിരി അകന്നുപോയ, വിള്ളലുകളുള്ള, ഒട്ടും അടുക്കാൻ പറ്റാത്ത വിധം നമുക്ക് മാനുഷികമായിട്ട് അകന്നുപോയ ഹൃദയങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. പ്രത്യേകിച്ച് മാറിപ്പോയ, അകന്നു മാറി താമസിക്കുന്ന മക്കളോ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിമിഷം ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ചേ, കർത്താവെ തിരിച്ചു വരാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ നിന്റെ പരിശുദ്ധ കൂദാശിയർ ഒന്നിപ്പിച്ച കുടുംബങ്ങളെ വീണ്ടും നിന്റെ സ്വർഗീയ ചൈതന്യം കൊണ്ട്, നിന്റെ തിരുരക്തം തളിച്ച് ഞങ്ങൾക്ക് അനുതാപം തന്ന് ക്ഷമിക്കാനുള്ള കൃപ തന്ന് ഒന്നിപ്പിക്കണമേ. വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് വീശട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കട്ടെ. ഞങ്ങൾക്ക് വലിയ തുറവി ലഭിക്കട്ടെ. വിട്ടുകൊടുക്കാൻ, സമർപ്പിക്കാൻ, സാക്രിഫൈസ് ചെയ്യാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഈ നിമിഷം സ്വർഗത്തിൻ്റെ ശക്തിയെ അയച്ചു തരണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ സ്വാതന്ത്ര്യം പിറക്കാൻ, വലിയ സമാധാനം ഉണ്ടാവാൻ, വിട്ടുകൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ആദ്യം വഹിക്കണമേ. എല്ലാ വിശുദ്ധരും ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കട്ടെ. വലിയ അനുതാപത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും തിരിച്ചു വരവിൻ്റെയും രാത്രിയായിട്ട് ഇതൊന്ന് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. താങ്ക് യു അച്ഛാ. ശരിക്കും അച്ഛൻ എല്ലാം ഓരോ പ്രാവശ്യവും ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നാണ് ഇത് കണക്ട് ചെയ്യണത്. കുറച്ചൊരു വേറിട്ടൊന്ന് ചിന്തിപ്പിച്ച് ഈ ഒരു ഇതിനൊരു കംപ്ലീറ്റ്നെസ് തരികയായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. എല്ലാവർക്കും ഈ ദാമ്പത്യ ജീവിതത്തിലൂടെ ഒരുപാട് സ്വാതന്ത്ര്യം, ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കട്ടെ. കുടുംബജീവിതം നമ്മുടെ സ്വതന്ത്രരാകാനുള്ള ഒരു നല്ലൊരു ഇടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി.